സമയത്ത് വിടുക. എന്റെ LKG ആമിന്റെ സ്കൂളിൽ വിട്ടു, കുഞ്ഞച്ചന്റെ വീട്ടിൽ വന്നു. അല്ല, ഇന്ന് പാപ്പുവിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ് അല്ലേ? പാപ്പു ആദ്യമായിട്ട് LKG പാപ്പുവിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. ആരുടെ സ്കൂളിലാണ് പോകുന്നേ? ആരുടെ സ്കൂളിലാണ്? ആമീന്റെ സ്കൂളിലാണ് പാപ്പു അഡ്മിഷൻ എടുക്കുന്നത് അല്ലേ? അപ്പൊ നമ്മളെല്ലാരും LKG അപ്പൊ നമ്മള് 3 പേരും കൂടെ പോവാണ് അല്ലേ? നാമിലേക്ക് എക്സാം ആണ്. അപ്പം സ്കൂളുണ്ട്. ചിലപ്പോ നമ്മള് കഴിയുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ കൂട്ടിയിട്ട് വരും. അപ്പൊ ഇന്ന് പാപ്പുവിന്റെ ഫസ്റ്റ് അഡ്മിഷൻ ഡേ ആണ് അല്ലേ? അപ്പൊക്ക് എന്താ പറയാനുള്ളേ പാപ്പുവിന്റെ അഡ്മിഷനെ കുറിച്ച്? പാപ്പു സ്കൂളിൽ വിടണോ വിടണ്ടെന്നുള്ളതാണ്. ആമി അക്ഷരയിലൊക്കെ പോയതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ കുറവായിരുന്നു LKG പോകുന്ന സമയത്ത് അല്ലേ? പക്ഷെ പാപ്പുവിൻ്റെത് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ വിടുമ്പോ ഞങ്ങൾക്കൊരു അല്ലേ പാപ്പുച്ചേ? ചെറിയ കുട്ടി വലിയ കുട്ടിയായി. വലിയ കുട്ടിയായി പെട്ടെന്ന്. അപ്പൊ ഞങ്ങള് എടുക്കാൻ പറ്റൂല. വലിയ ആളായി കേട്ടോ. അപ്പൊ ഞങ്ങക്ക് പാപ്പുവിനെ വിടുമ്പോ മാത്രം പാപ്പു വലുതായോ എന്നൊരു ടെൻഷൻ അല്ലേ? അപ്പൊ നമ്മള് പോയി അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ? സ്കൂളെത്തുമ്പോ കാണിക്കാം. നമ്മള് സ്കൂളെത്തിട്ടോ പാപ്പുവിന്റെ. ഇവിടെ ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാരും പോകുന്ന തരത്തിലാ തോന്നുന്നുണ്ട്. നോക്കാം. നമ്മള് പാപ്പുവിന്റെ സ്കൂളിൽ ഇനി പാപ്പുവിന്റെയും കൂടെ സ്കൂള്. കുഞ്ഞു സ്കൂളായോ? ഇന്നവരുടെ യൂണിഫോം വേറെ അല്ലേ? ഇവിടെ പാർക്കൊക്കെ ഉണ്ട് പാപ്പുന് അല്ലേ? പാപ്പു വരുന്നതേ കളിക്കാനാണല്ലേ പാപ്പുജെ? അപ്പൊ നമ്മൾ അഡ്മിഷനൊക്കെ എടുത്തു കേട്ടോ. അപ്പം അഡ്മിഷന് രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ട് വന്നു. ഇനി പിന്നെ ഒരു ദിവസം പോയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലേ പാപ്പു? അപ്പം എല്ലാം സെറ്റായി. ആമീനെ നമ്മൾ കൂട്ടിയില്ല. ആമീൻ്റെ ക്ലാസ് കഴിയണ ഇനിയും സമയം എടുക്കും കേട്ടോ. അപ്പൊ അതിന് മുന്നേ എനിക്കിവിടെ ഒരു എസ് ഭാരതിൽ പോയിട്ടൊരു സാധനം വാങ്ങിക്കാനുണ്ട്. പാപ്പു കൂടെ വരുന്നുണ്ട് പറഞ്ഞു. അപ്പം ഇവിടെ ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട്, ഒരു ഷോളും കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ ഇപ്പം ഈ ഒരു ടൈം എന്ന് പറയുമ്പം. പുറത്ത് നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ പാപ്പുവിനെ കൂട്ടാതെ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൾ ഇരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനും പാപ്പും കൂടെ പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത് കേട്ടോ. സാധാരണ ഞങ്ങൾ ഈദിൻ്റെ സമയത്ത് ഒരു തിരക്കാവുന്നതിന് മുന്നേ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാറുണ്ട്. ഇത്തവണ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 2-3 സാധനം മാത്രം വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ കയറിയ സമയത്ത് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഓർത്ത് വാങ്ങിക്കാതെ തിരിച്ച് വന്നാലോ എന്ന്. പിന്നെ കയറിയതിന് എന്തായാലും ഒന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത്ര ഹെവി തിരക്കാണ്. അപ്പോൾ എല്ലാവരും ഈദും ഇങ്ങനത്തെ ഫെസ്റ്റിവൽ പരിപാടികളൊക്കെ ഉള്ളതിൻ്റെ മുന്നേ തന്നെ കഴിയുന്നു ഷോപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അങ്ങനെ കഴിച്ച് പാപ്പുവിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നടക്കൂല. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പം പുതിയൊരു നിയമം വന്നിട്ടുണ്ട് കേട്ടോ സർക്കാരിൻ്റെ. അതായത് 6 വയസ്സ് തികയണം മാർച്ചിലേക്ക്. അങ്ങനെയുള്ള കുട്ടികൾക്ക് 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാപ്പുവിനെ സംബന്ധിച്ചിടത്തോളം പാപ്പുവിന് മെയ്യിലാണ് മെയ് 18 4 ഇയേഴ്സ് ആവുള്ളൂ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 2 മാസം ഡിഫറൻസ് ഉണ്ടാവും അവൾക്ക് 6 വയസ്സാവാൻ. ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് 1 വർഷം അവൾക്ക് കാത്തിരിക്കണം. അപ്പോൾ LKG നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? ഒന്നുകൂടെ പഠിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 1 വർഷം കൂടെ പാപ്പ വീട്ടിലൊക്കെ നിന്ന് അല്ലേ എൻജോയ് ചെയ്യട്ടെ. പാപ്പുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ സ്കൂളിൽ പോകണം, ആമീൻ്റെ കൂടെ സ്കൂൾ ബസ്സിൽ പോകണം എന്നൊക്കെയുള്ളതായിരുന്നു ആമീൻ്റെ പ്ലാന്, പാപ്പുവിൻ്റെ പ്ലാന്. ഞാൻ LKG പോവാന് ആമിക്ക് സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് ആമീൻ്റെ പാപ്പു പോവാത്ത വിഷമൊക്കെ ബാക്കി വെച്ചിട്ടാണെങ്കിലും ആമിക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഒന്ന് നാളെ മലയാളം എക്സാം ആണ്. ഇപ്പം എത്ര എക്സാം കഴിഞ്ഞു ആമി? 3 എക്സാം. സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്. മലയാളം മാത്രം ആമി ഒന്ന് എഴുതി നോക്കും കേട്ടോ. കാരണം അവൾക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കൊക്കെ അവൾ ഇരുന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുകയാണ് കേട്ടോ. അപ്പം മലയാളം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച്
2 ദിവസം ലീവ് ഉണ്ട്, അത് കഴിഞ്ഞൊരു സോഷ്യൽ, പിന്നെ എനിക്ക് കുറേ ലീവ്, പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് 2 എക്സാം കൂടെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നോമ്പൊക്കെ വേഗം പോയില്ലേ, എത്ര പെട്ടെന്ന്. 20 കുറച്ചും കൂടെ കഴിഞ്ഞാവും തോന്നുന്നുണ്ട്. 20 കഴിഞ്ഞു. 20 കഴിഞ്ഞു. അതൊന്നും ഓർമ്മയില്ല, ആമി മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ പഠിച്ചോ. ഇനി ബാക്കി ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ കാണിക്കാം കേട്ടോ. ഇന്നിപ്പം നോമ്പ് തുറക്കുന്നതും, ഇന്നിപ്പോൾ അബ്ബ ജോലിക്ക് പോയതാണ്. അപ്പോൾ തിരിച്ച് ചിലപ്പം വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ മെനുവിലൊക്കെ ചെയ്യും. അപ്പം നോക്കിയിട്ട് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയാം. പിന്നെ പാപ്പു ഇത് അവിടെ TV ഒക്കെ കാണാൻ വേണ്ടി പോയിരിക്കുന്നുണ്ട്. അപ്പം നീ പഠിച്ചോട്ടോ. അപ്പം ഇന്ന് ഈവനിങ് സ്നാക്സ് നമ്മൾ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പം നാസി വരുമ്പം കൊണ്ടുവന്ന ഇതെന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അലീമാണ്. അപ്പോൾ അലീം നമ്മൾ കുറേ തവണ വാങ്ങിച്ചിട്ടുണ്ടോ, പക്ഷെ ഇവിടെ എല്ലാവരും അതിൻ്റെ ഒരു ഫാനാണ്. അതുകൊണ്ട് ഇന്ന് അലീമുണ്ട്. ഇത് പിന്നെ നമുക്ക് കാസ്ട്രോളിലേക്ക് പൊളിച്ചു വെക്കാം. ഇപ്പോൾ പൊളിക്കണ്ട, ചൂട് പോകും. അത് സമൂസയാണ്, എനിക്കറിയാം. സമൂസയും പിന്നെ ഈത്തപ്പഴം പൊരിച്ചതുണ്ടാവില്ലേ, അത് രണ്ടുമാണ്. അപ്പോൾ അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഇന്ന് ഗീ റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി മാങ്ങ ഉപ്പിലിട്ടല്ല, അച്ചാറ്. ഞാൻ ഇവിടെ ചിക്കൻ കറി വറുത്തരച്ചതുണ്ട്, പിന്നെ തരി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഗീ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായ ബീട്രൂട്ട് അല്ല, ബീൻസ്, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മിക്സഡ് പിക്കിളാണ്. നല്ല രസമാണ്, നല്ല ടേസ്റ്റുമാണ്. അത് കാണാൻ പറ്റില്ല. ഇത് നമ്മൾ അല്ലാതെ റിവ്യൂ നമുക്ക് എടുക്കാം. വേറെ കുറേ നല്ല സാധനങ്ങളുണ്ട്, അത് നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പം നാസിയൊക്കെ വന്നിട്ടുണ്ട്. ആമി അല്ല, പാപ്പും നാസിയും പുറത്താണുള്ളത്. ഇവിടെ വരണം പാപ്പു. അവിടെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ മുറിവുണ്ട്, അല്ല ഇവിടെ മുറിവുണ്ട്, ഇവിടെ മുറിവുണ്ട്, എല്ലായിടത്തും മുറിവുണ്ട്. ഇന്നത്തെ കലാപരിപാടി ആയിരുന്നു അല്ലേ പാപ്പുന്റെ? ഡേ ഇൻ മൈ ലൈഫ് ലൈഫില് ഫുള്ള് മുറിവൊക്കെ ആയിരുന്നു, ഫുൾ പരിപാടികളായിരുന്നു. ഞാൻ ഇനി വീണ്ടും മലയാളം റിവിഷനാണ്. അപ്പൊ നമ്മള് നോമ്പൊക്കെ തുറന്നു. പിന്നെ എല്ലാവരുടെയും എന്താ പറയാ പ്രയർ ടൈം ഒക്കെ കഴിഞ്ഞു. ഇനി ആമിന്റെ ഒരു റിവിഷനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് മുറിഞ്ഞിട്ടുണ്ട്. സാരല്ല, നമുക്ക് മരുന്ന് വെക്കാം കേട്ടോ. അപ്പൊ പച്ചക്കറിയൊക്കെ നനയ്ക്കാൻ പോയപ്പോ വീണ് പരിക്കായി അല്ലേ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ്. അതെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.